വെൽക്കം ടു കിച്ചൺ ടേൽസ്. ഇന്നൊരു സൂപ്പർ ഈസി ബിരിയാണിയാണ്, ഗില്ലി ബിരിയാണി. കുറേയൊക്കെ നമ്മുടെ അമ്പൂർ ബിരിയാണിയുടെ സ്റ്റൈൽ തന്നെ, ബട്ട് അതിലും ഈസിയാണ്. ഒരു 30 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ആ ബിരിയാണി 1 പോട്ട് ചിക്കൻ ബിരിയാണി പോലെ റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ ലഞ്ച് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ബിരിയാണിയുടെ കൂടെ വരുന്ന കോമ്പിനേഷൻസുമാണ് ഇന്നത്തെ വീഡിയോ. ഈ ബിരിയാണിയുടെ മെയിൻ വ്യത്യാസം വരുന്നത് അമ്പൂർ ബിരിയാണിയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മെയിൻ വ്യത്യാസം വരുന്നത് ലോങ് ഗ്രെയിൻ റൈസ് കൊണ്ടാണ് ചെയ്യണത് ഗില്ലി ബിരിയാണി. ആൻഡ് നല്ലോണം വെന്ത് ഇരിക്കുന്ന ബിരിയാണി ഇഷ്ടമുള്ളവർക്കേ ഇത് ഇഷ്ടമാവുള്ളൂ. നന്നായിട്ട് കുഴഞ്ഞ ടൈപ്പ് ബിരിയാണി, ബട്ട് നല്ല ഫ്ലേവർ ഉണ്ട് മസാലയുടെയൊക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലോങ് ഗ്രെയിൻ റൈസ് സോക്ക് ചെയ്ത് വെക്കണം 30 മിനിറ്റ്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ സൂപ്പർ എന്ന് പറഞ്ഞ ബിരിയാണി അരിയാണ് ഞാൻ യൂസ് ചെയ്യണേ, ലോങ് ഗ്രെയിൻ റൈസ്. അതെപ്പോഴും എൻ്റെ ഒരുമാതിരി എല്ലാ ബിരിയാണിയിലും ലോങ് ഗ്രെയിൻ റൈസ് വരുന്ന ബിരിയാണിക്കൊക്കെ ഈ ഇന്ത്യ ഗേറ്റിൻ്റെ സൂപ്പർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് യൂസ് ചെയ്യും. ഇനി മെയിനായിട്ട് ഒരു കാര്യമുണ്ട് കേട്ടോ, ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇപ്പോൾ കടകളിൽ നമ്മൾ പാക്കറ്റിലല്ലാതെ ഓപ്പൺ ആയിട്ട് വെച്ചേക്കുന്ന അരി ഉണ്ടല്ലോ, അതിനേക്കാളും നല്ലത് എപ്പോഴും കവർ ചെയ്ത ഇതുപോലെ പാക്കറ്റിൽ കിട്ടുന്ന അരിയാണ്. കുറേ പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഓപ്പൺ ആയിട്ട് ഇരിക്കുന്ന അരിയിൽ നിന്ന് അത്രയും ഫ്ലേവർ ഇല്ലാന്ന്. ഏത് ബ്രാൻഡ് ആണെങ്കിലും ഞാനൊരു 250 ml ലോങ് ഗ്രെയിൻ റൈസ് എടുക്കുന്നുണ്ട്, 2 കപ്പ്. ഇനി നല്ല ക്ലിയർ വാട്ടർ കിട്ടുന്ന വരെ അരി നന്നായിട്ട് വാഷ് ചെയ്യണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അരി നന്നായിട്ട് തിരുമ്മി കഴുകണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു പഴയ അരിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതുപോലെ വരും. നന്നായിട്ട് കഴുകി ക്ലിയർ വാട്ടർ കിട്ടുന്ന വരെ വാഷ് ചെയ്തില്ല. ഇനി 30 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കാം. ഞാൻ ഒരു ചിക്കൻ കറി കട്ട് എടുത്തിരിക്കുന്നത്, ബിരിയാണി കട്ട് ആണെങ്കിൽ എടുക്കാം, ബട്ട് ഈ ബിരിയാണിക്ക് നിറച്ച് കുറേ പീസുകൾ ഉള്ളതാണ് നല്ലത്. ആദ്യം തന്നെ ചിക്കൻ 1/2 hour മാരിനേറ്റ് ചെയ്യണം. ചിക്കനിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ സ്പൈസി മുളക് പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ആൻഡ് 1/2 ടീസ്പൂൺ ഗരം മസാല. നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഗരം മസാല. തൈര് 1 ടേബിൾ സ്പൂൺ. ഇത്രയും ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് മാരിനേറ്റ് ചെയ്താൽ ചിക്കനിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ കേട്ടോ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിപ്പോഴും 1/2 hour മാരിനേഷൻ. ഇനി ഈ ബിരിയാണി മൊത്തം നമ്മൾ ഈ പോട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പോണേ. ചിക്കനും റൈസൊക്കെ ഇതിൽ വെച്ചാൽ വേവിക്കാൻ പോണേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അധികം പണിയില്ലാന്ന്. ഗീ നന്നായിട്ട് വേണം. ഗീ ആണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ. ഞാൻ 1 കപ്പ് ഗീ യൂസ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഗീ ആണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് സൺഫ്ലവർ ഓയിലും ഗീയും കൂടി ആയിട്ട് എടുക്കാം. അപ്പോൾ 1 കപ്പ് ഗീ ഡിവൈഡ് ചെയ്ത് എടുക്കാം കേട്ടോ. ചിലവർക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ പേടി വരും, ബട്ട് ടേസ്റ്റിൽ ഗീയുടെ ഫ്ലേവറാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. കറുവപ്പട്ടയുടെ ഇല, ടാറനീസ് 1 കരയാമ്പൂ 6 ഏലക്ക 6, കറുവപ്പട്ട 2 മീഡിയം സൈസ്, ജാതിപത്രി 2 ചെറിയ പീസ്, പിന്നെ സ്റ്റോൺ ഫ്ലവർ. ഇത്രയാണ് സ്പൈസസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി ഇതിലോട്ട് 3 കപ്പ് ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത സവാള. ഏകദേശം ഒരു 4 സവാള വരും, മീഡിയം സൈസ്. ഇനി സവാള ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി, ഒരുപാട് മൊരിഞ്ഞുകൊണ്ട് ആവശ്യമില്ല. സവാള ഇത്ര ആയാൽ മതി. ഇത്ര ആയിക്കഴിയുമ്പോൾ ഇഞ്ചി പേസ്റ്റ് 1.5 ടീസ്പൂൺ, അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1.5 ടീസ്പൂൺ ഒന്ന് സോട്ട് ചെയ്യുക. അധികം മൊരിഞ്ഞുകൊണ്ടാണ്. നെക്സ്റ്റ് പച്ചമുളക്, ഞാനൊരു 4 പച്ചമുളക് ഇതുപോലെ കീറി ഇടുന്നുണ്ട്. 4 അല്ല കേട്ടോ, 5. ഇനി തക്കാളി 2 കപ്പ് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് 2 കപ്പ് ആഡ് ചെയ്യാം. 3 മീഡിയം സൈസ് തക്കാളി ഉണ്ടാവും. ലൈം ജ്യൂസ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ കൂടുതൽ തക്കാളി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പുളിയായിപ്പോവും. അപ്പോൾ അത് കാരണം തക്കാളി 2 കപ്പ് മതി ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട്. ഇനി നന്നായിട്ട് ആവട്ടെ തക്കാളി. ഇനി സാധാരണ ബിരിയാണിയിൽ നമ്മൾ മസാലയിൽ നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്യല്ലോ, ഇതിൽ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യണം, ബട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ. അതാണ് എനിക്ക് വ്യത്യാസമായിട്ട് തോന്നിയത്. പിന്നെ മല്ലിയില പുതിനയില വേണം നന്നായിട്ട്. മല്ലിയില ഒരു വലിയ പിടി, പുതിനയില അതിനേക്കാളും കുറച്ചെടുത്താൽ മതി. മല്ലിയിലയും പുതിനയിലയൊക്കെ ഇത്രയും സോട്ടേ ആയി കഴിയുമ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മസാലപ്പൊടി. മസാലയുടെ ടേസ്റ്റ് ഉള്ളതാണ് ഈ ബിരിയാണിക്ക് നല്ലത്. കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ കുറച്ച് ആഡ് ചെയ്താൽ മതി. 2 ടീസ്പൂൺ മസാലപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സ്പൈസി മുളക് പൊടി ആൻഡ് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇത്രയിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. അതുണ്ടോ, ഇത്ര ആയാൽ മതി. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്തിട്ട് എന്നിട്ട് ഈ ഗ്രേവിയിൽ കിടന്ന് തന്നെ ചിക്കൻ വേവണം, അതാണ് മെയിൻ തിങ്. എന്നിട്ടാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്യണം ഓപ്പൺ ആയിട്ട് വെച്ചെന്നെ. എന്നിട്ട് ജസ്റ്റ് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറച്ചുകൂടി വേണം. നമ്മൾ നേരത്തെ 1/2 ടീസ്പൂണേ ഇട്ടുള്ളൂ, 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായിട്ട് മസാല പിടിക്കട്ടെ. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സ് ഈ ചിക്കൻ വെള്ളമൊന്നും ഒഴിക്കാതെ ഇങ്ങനെ കുക്കാവട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും വെള്ളം ഒഴിക്കാത്ത കാരണം. ലോ ഫ്ലെയിമിൽ വെക്കാനും മറക്കരുത്. ഞാൻ മസാല ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എനിക്കൊന്ന് കുറച്ചും കൂടി ഗരം മസാല വേണം. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത്തിരി യെല്ലോ കളറും കൂടി വേണം എന്ന് എനിക്ക് തോന്നുന്നു, അത് കാരണം ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂണും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു യെല്ലോയിഷ് കളറിൽ ഇരിക്കുന്നതാണ് കാണാൻ ഭംഗി. വൈറ്റ് കളർ ബിരിയാണി അല്ലാട്ടെ ഇത്. ഇനി ഒരു 10 മിനിറ്റ് കൂടി.
കണ്ട ചിക്കനിൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ തന്നെ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. ആൻഡ് ചിക്കൻ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 80% ചിക്കൻ വെന്ത് കഴിഞ്ഞു. ഇനിയാണ് തിളച്ച വെള്ളം ഒഴിച്ച് അരി ഇടേണ്ടത്. ഇനി നമ്മൾ 2 കപ്പ് 250 ml അരിയല്ലേ എടുത്തത്. അപ്പോൾ അതിന് ഞാൻ 5.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്, തിളച്ച വെള്ളം. ബിക്കോസ് ഇത് ഇത്തിരി വെന്തിരിക്കുന്ന ബിരിയാണി, അത് കാരണം 5.5 കപ്പ് വേണം. ഇനി നന്നായിട്ട് തിളച്ചിട്ട് അരി ഇടാം. ഇനി അരി ഇടുന്നേക്കാളും മുമ്പ് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം വെള്ളത്തിൽ. കുറച്ചുകൂടി ഉപ്പ് വേണം. അപ്പം ഞാൻ 1 ടീസ്പൂണും കൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി തിളക്കട്ടെ, എന്നിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യണം. ഉപ്പ് കറക്റ്റ് ആയില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ബിക്കോസ് ഇതിനകത്ത് വേറെ അധികം സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഉപ്പും ഗീയുടെ ടേസ്റ്റും മസാലയുടെ ടേസ്റ്റൊക്കെ വേണം. ഇനി അരി ഇതുപോലെ അരിപ്പയിലോട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് അരി ആഡ് ചെയ്യാം. നമ്മൾ ഈ സോക്ക് ചെയ്ത അരി ഇനി പതിയെ വേണം മിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അരി മുറിഞ്ഞു പോകും. ലോങ് ഗ്രെയിൻ റൈസ് ആയതുകൊണ്ട് പ്രത്യേകിച്ചും. ഇനി ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് തീ കുറച്ച് മൂടി വെക്കാം. ഇനി തീ കുറച്ച് മൂടി ഒരു 20 മിനിറ്റ്സ് ഇരിക്കട്ടെ. ഇനി ഈ ബിരിയാണി റൈസ് കുക്കാണ് സമയം നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷൻ റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഒരു കോമ്പിനേഷൻ എഗ്സും മട്ടൺ ബ്രെയിനും കൂടിയായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനൊരു 4 മട്ടൺ ബ്രെയിൻ മേടിച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റീമൊന്നും ചെയ്യണില്ല, ജസ്റ്റ് നേരെ എഗ്ഗും ഇതും കൂടി ആയിട്ട് സോട്ട് ചെയ്യാൻ പോവാം. അതാണ് ഒരു കോമ്പിനേഷൻ. ഇപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ 4 ബ്രെയിനെങ്കിലും വേണം കേട്ടോ. ഇപ്പോൾ ഗസ്റ്റ് വരാണെങ്കിൽ ഒരു 5 പേർക്കൊക്കെ 4 ബ്രെയിൻ ഞാൻ തേവര മാർക്കറ്റിൽ നിന്ന് മേടിച്ചത്. ലുലുലും ബ്രെയിൻ കിട്ടും. ഞാൻ ഉള്ളിയും മുളക് പൊടി ഇടുന്നില്ല, കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ. ഉള്ളിയും പച്ചമുളകും കൂടി ചതച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത് നമ്മുടെ മുട്ടയും ബ്രെയിനിലോട്ടും. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റാണ്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. കോക്കനട്ട് ഓയിൽ, ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും. ഭയങ്കരമായിട്ട് മുരിയണ്ട, മുട്ട വറുക്കുമ്പോഴൊക്കെ ആവുന്നത്ര ആയാൽ മതി. ഇനി ജിഞ്ചർ പേസ്റ്റ് 1/2 ടീസ്പൂൺ, ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ. ആൻഡ് ഗരം മസാല നിങ്ങൾ യൂസ് ചെയ്യണ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. അത് ഒരു 1 ടീസ്പൂൺ. ആൻഡ് പെരുംജീരകം പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ചിലർ ചെറിയ ജീരകം ആഡ് ചെയ്യും, ബട്ട് ഞാൻ പെരുംജീരകം ആഡ് ചെയ്യണേ. പെരുംജീരകം ഒരു 2 പിഞ്ച് മതി. പിന്നെ മെയിനായിട്ട് കുരുമുളക് പൊടിയാണ് വേണ്ടത്. ഇതൊന്നും ഇടാതെ കുരുമുളക് പൊടി മാത്രം ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ബ്രെയിൻ ഇടാം. നേരത്തെ ഞാൻ ബ്രെയിനിൻ്റെ റെസിപ്പി ഇട്ടുണ്ട്, അതിൽ ഞാൻ സ്റ്റീം ചെയ്തിട്ടുണ്ട്. ബട്ട് ഇത് നേരെ ഇടുക. അപ്പം തന്നെ ഇട്ട് ഇളക്കരുത്, കാരണം ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു മഞ്ഞപ്പൊടി കുറവ് പോലെ തോന്നുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. ഇനി തിരിച്ചിടാം. ബ്രെയിൻ കുക്കായി കഴിഞ്ഞിട്ട് എഗ്സ് ആഡ് ചെയ്താൽ മതി. ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം. ബ്രെയിൻ ഒന്ന് കുക്കാവട്ടെ. ബ്രെയിൻ കുക്കാവാൻ ആകെ ഒരു 4 മിനിറ്റൊക്കെ മതി. ഇനി എഗ്സ് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. മുട്ട അധികം ആവണ്ട, 1/2 കുക്ക് പോലെ എടുക്കണ്ടേ. അപ്പോഴാണ് ആ ബ്രെയിനിൻ്റെ സെയിം ടെക്സ്ചർ പോലെ ഇരിക്കുള്ളൂ. എത്ര മുട്ട വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 4 മുട്ട എടുക്കണേ. ഇത് കണ്ട ബ്രെയിൻ ഉള്ളിൽ കുക്കായിട്ടില്ല. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വേണം എഗ്സ് ഇടാനായിട്ട്, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എഗ്സ് ഓവർ കുക്ക്ഡായി പോകും. ഇപ്പോൾ 17 മിനിറ്റ്സായി നമ്മൾ ഈ ബിരിയാണി ഇങ്ങനെ വെച്ചിട്ട്. അപ്പോൾ ഒന്ന് ഇളക്കിയിടാം, കുക്കായൊന്നും നോക്കാം. ഇനി ഒന്ന് മറിച്ചിട്ടിട്ട് കുറച്ചും കൂടി ഗീ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആൻഡ് മല്ലിയിലയും പുതിനയിലയും ഇച്ചിരി പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മൂടി വെക്കാം. കണ്ടോ, കുറച്ചുകൂടി വെള്ളം ഒന്ന് വലിയാനുണ്ട്. അപ്പോൾ കറക്റ്റാണ് 20 മിനിറ്റ്സ് വെച്ചാൽ കറക്റ്റായിരിക്കും. ഇനി കുറച്ച് മല്ലിയില. ചില ആൾക്കാർക്ക് മല്ലിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അപ്പോൾ ഈ സമയത്ത് മല്ലിയില ആഡ് ചെയ്യണ്ട. ഇവിടെ ഇഷ്ടമാണ് ഈ ഒരു ബിരിയാണിയിൽ കുറച്ച് മല്ലിയില. ആൻഡ് പച്ചമുളക് ഇതുപോലെ കീറിയിട്ടത് ഈ സമയത്ത് എരിവൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് കുറവാണെങ്കിൽ ഒരു ഞാനൊരു 4 കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കുറച്ച് ഗീ. ഇനി ഫോയിലോട്ട് പൊതിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ബാക്കിയുള്ള 3 മിനിറ്റ്സ് ഉണ്ടല്ലോ, വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി വെക്കാം ഫോയിലിട്ട് കവർ ചെയ്തിട്ട്. ഇത് ഗസ്റ്റിനൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ള ബിരിയാണി ആട്ടോ. ഈ ഒരു പോട്ട് മതി. അധികം സാധനങ്ങളും വേണ്ട, സവാള ഒന്നും വറുത്തിടണ്ട. ഇത്രയേ ഉള്ളൂ ബിരിയാണി. ഇനി ഒരു 5 മിനിറ്റ് ഇതുപോലെ ഫോയിലോട്ട് കവർ ചെയ്ത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത് മൂടി കൊണ്ട് തന്നെ കവർ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. അപ്പോൾ ടോട്ടൽ വേണമെങ്കിൽ ഒരു 22 മിനിറ്റ് ഇരുന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ മൂടി വെച്ചൊന്നും കുക്ക് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഓപ്പണായിട്ട് തന്നെയാണ് കുക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഒരു 7 മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മസാലയൊക്കെ ഉണ്ടെങ്കിൽ ആ ടേസ്റ്റ് ഓവറായിട്ടല്ല, ഓവറായ ബ്രെയിനിൻ്റെ ടേസ്റ്റ് തന്നെ പോകും. ഇത്തിരി ഉപ്പും ഇത്തിരി പെപ്പറും കൂടി ഇടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി. ഈ ബിരിയാണിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതും റെഡിയാക്കാവുന്നേ ഉള്ളൂ. നല്ല കോമ്പിനേഷനാണ് ഈ ഒരു ടൈപ്പ് ബിരിയാണിയുടെ കൂടെ ബ്രെയിൻ ആൻഡ് എഗ് കോമ്പിനേഷൻ. ഇച്ചിരി പെരിഞ്ജീരകം കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഏകദേശം ആയിട്ടുണ്ട് ബ്രെയിൻ. ഇനി എഗ്സ് ആഡ് ചെയ്യാം. ഇനി വേപ്പില കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. എഗ്സ് ഇടുന്നേക്കാളും മുമ്പ് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്യണം, കോക്കനട്ട് ഓയിൽ. ഞാൻ നേരിയൊരു ഉപ്പ് എഗ്ഗിലിട്ടിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ കിടന്ന് കുക്കാവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് എഗ്സ് ഓവർ കുക്ക്ഡായി പോകും. കുറച്ചുകൂടി ആയാൽ മതി. ഞാൻ ഇനി ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട്, അല്ലെങ്കിൽ എഗ്സ് ഓവർ കുക്ക്ഡ് ആയി പോകും. ഇനി നമുക്ക് നമ്മുടെ സെർവ് ചെയ്യുന്ന പ്ലേറ്റിലോട്ട് മാറ്റാം.
നമ്മുടെ ബിരിയാണിയും റെഡി ആയിട്ടുണ്ട്. കൈ പൊള്ളി. കൈ തുറക്കുമ്പോൾ കൈ ശ്രദ്ധിക്കണേ, പെട്ടെന്ന് പൊള്ളും ആവിയിൽ. ഈ ബിരിയാണി ഇങ്ങനെ കുഴഞ്ഞിരിക്കണം. കുഴഞ്ഞ് മീൻസ് വെള്ളത്തിൻ്റെ ആ ഒരു ഇതുണ്ടാവരുത്, അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് വീഡിയോയിൽ കൂടെ ക്ലിയർ അല്ലേ. ഇനി ഇത് മൂടിയിരിക്കട്ടെ. ഫ്ലെയിം ഓഫ് ചെയ്യാം. റെഡിയായി ഗില്ലി ബിരിയാണി റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മൂടി ഇതുപോലെ തന്നെ ഇരിക്കട്ടെ സെർവ് ചെയ്യണവരെ. വെള്ളം വീഴരുതട്ടെ. ഇതിൽ വെള്ളമുണ്ട്, അത് വീഴാതെ വീണ്ടും മൂടി വെക്കാം. ഞാൻ ഈ ഗില്ലി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ നേരത്തെ ഞാൻ ട്രയൽ ചെയ്തു. അപ്പോൾ ഗില്ലി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണേന്ന് പറഞ്ഞപ്പോൾ ജോർജി തന്നെ, ഞാൻ പറയാതെ തന്നെ ജോർജി തന്നെ കോമ്പിനേഷൻസ് പറഞ്ഞു. അമ്മ മട്ടൻ ബ്രെയിനും എഗ്ഗും കൂടി മിക്സ് ചെയ്യുക, മട്ടൻ കറിയും വേണം, പൊറോട്ടയും വേണം. ആള് തന്നെ എൻ്റെ മനസ്സിലുള്ളത് തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്നിന് അത് എല്ലാവരുടെയും മനസ്സിൽ തോന്നണമെന്ന് തോന്നുന്നു കോമ്പിനേഷൻസ്. ഇത് മട്ടൻ കറി എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ്. ഇത് ഈ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കില്ലേ പൊറോട്ടയുടെ കൂടെയൊക്കെ, ഏകദേശം ആ സെയിം ടേസ്റ്റാണ്. ഉള്ളിയും അങ്ങനത്തെ സവാള അതൊന്നും അധികം ഇട്ടിട്ടില്ല, ഭയങ്കര കുറച്ച്. ഇനി എന്തൊക്കെയായാലും ഇത് വാഴയിൽ സെർവ് ചെയ്യുമ്പോൾ ഉള്ളൊരു കാണാനുള്ളൊരു ഭംഗിയുണ്ടല്ലോ, അതുപോലെ തന്നെ കാണാൻ ഭംഗി വരുമ്പോൾ നമുക്ക് ടേസ്റ്റും കൂടുതലായിട്ട് തോന്നും. പിന്നെ അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കാഴ്ചയിൽ ഭംഗിയിലിരിക്കുമ്പോൾ. ഇനി ഇതിൻ്റെ മേലെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ബ്രെയിൻ ഉണ്ടാക്കിയപ്പോൾ പച്ചമുളക് ചതച്ചിട്ടിട്ട് അതെനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നി. അയ്യോ ഇത് ഭയങ്കര വലുതായി. ചെറുതായിട്ട് ചതക്കണേ, നല്ല ഫ്ലേവറായി. പച്ചമുളക് വേപ്പിലയില. മനൊന്ന് ടേസ്റ്റ് ചെയ്ത് ബ്രെയിൻ വിത്ത് എഗ്സ്. ഉപ്പ് വേണം. എഗ്ഗ് 4 ഉണ്ട്, ബ്രെയിനും 4 ഉണ്ട്. ഓ കൊള്ളാം. മന്ന കഴിക്കണ കാണാനാണ് നമുക്കിഷ്ടം. ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടാ, ലൈം ജ്യൂസ് ആക്ച്വലി ഒരു 2 ഡ്രോപ്പൊക്കെ ആഡ് ചെയ്താൽ നല്ല. തക്കാളി ഇട്ടിട്ടുണ്ട്, ബട്ട് ലൈം ജ്യൂസും കൂടി ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ്. ബട്ട് അത് ഞാൻ മറന്നുപോയി. ലാസ്റ്റ് നമ്മൾ മല്ലിയിലേക്ക് ഇട്ടില്ലേ നേരത്തെ ഇങ്ങനെ ഈ ഫോയിൽ വെക്കണേക്കാൾ മുമ്പ്, അപ്പോൾ ഒരു 2 ഡ്രോപ്പ് ലൈമും കൂടി ആഡ് ചെയ്താൽ നന്നാ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ്. ഇനിയൊരു ചെറിയ ഡെസേർട്ട്. എനിക്ക് എപ്പോഴും ഇതുപോലത്തെ ലാസ്റ്റ് മിനിറ്റ് ഡെസേർട്ടിൻ്റെ പരിപാടികൾ ഏറ്റവും ഇഷ്ടം. ഇതിപ്പോൾ പഴുത്ത ഏത്തപ്പഴം, നന്നായിട്ട് പഴുത്ത് ഓവറായിട്ട് നമ്മുടെ പഴംപൊരിയുടെയൊക്കെ പോലത്തെ ഏത്തപ്പഴം ഉണ്ടല്ലോ, അത് ഒരു പാനിലോട്ട് ആഡ് ചെയ്യുക. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ആൻഡ് ഗീ കുറച്ച് ആഡ് ചെയ്യുക. ഇനി കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്യുക. ഇപ്പം നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആവും. ഇതിപ്പോൾ അധികം പഴുത്തിട്ടില്ല, അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ശർക്കരയും ചൂടുവെള്ളവും ഇട്ട് മൂടി വെച്ച് വേവിക്കാൻ പോവാം. ഇതിപ്പോൾ ഞാൻ ജാഗ്രി പൗഡറാണ് യൂസ് ചെയ്യണം കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. അല്ല ഇത് പഴം പായസം പോലെ വെച്ചാ, പക്ഷേ ഇത് അത്രയും പഴുക്കാത്ത പഴമായതുകൊണ്ട് ഇങ്ങനെ ഇച്ചിരി പഴുക്കാനായിട്ട് ആവാനായിട്ട് മൂടി വെച്ചേക്കാം. ഇത് പഴംപൊരി അല്ല, പായസമാണ്. ജിജോ ബ്രെയിൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. മുളകായിട്ട് തന്നെ ടേസ്റ്റ് ചെയ്യുക, അതാണ് നല്ലത്. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഗാർണിഷ് ചെയ്യാനിട്ട മുളക് നല്ലതല്ലേ? ആ മുളകിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ. എഗ്ഗും ഉണ്ട്, മുട്ടയും ബ്രെയിനും കൂടിയാണ്. മുട്ടയായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് പൊറോട്ടയുടെ കറിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കോമ്പിനേഷൻ പൊറോട്ട വിത്ത് മട്ടൻ കറി, ബ്രെയിൻ ആൻഡ് എഗ്ഗ് ആൻഡ് പഴം പായസം. മന്നയും ജോർജിയൊക്കെ ആകെ 1 ടീസ്പൂണേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ, എണ്ണ ഒഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എണ്ണ ഒഴിക്കുന്നതല്ല, ഇത് മെയിനായിട്ട് ഈ ബ്രെയിനിൻ്റെ ടെക്സ്ചർ തന്നെ അങ്ങനെയാണ്, ഗീയുടെയൊക്കെ ടേസ്റ്റ് പോലെയാണ്. സ്റ്റാർട്ടറായിട്ട് നല്ലതല്ലേ? പഴം പായസം ഏകദേശം ആവാറായിട്ട്. ഇനി ഏലക്ക ഇടണം, തേങ്ങാപ്പാൽ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഞാൻ ഇതൊരു റീലിൽ കണ്ട വീഡിയോ. എൻ്റെ ഡെസേർട്ട്സ് എല്ലാം എപ്പോഴും ഏതെങ്കിലുമൊക്കെ റീൽസിൽ കാണുന്നതാണ്. തേങ്ങാപ്പാലും കൂടി ഒഴിക്കണം എന്ന് തോന്നുന്നു, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ. ആൻഡ് ഇത് കുറച്ചും കൂടി ഒന്ന് സ്റ്റിക്കി ആവണം, എന്നിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോണേ. ഏലക്ക ഇടട്ടെ ആദ്യം. ഈ ഏലക്ക എപ്പോഴും ഈ തൊണ്ട് കളഞ്ഞിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്, എല്ലാ പായസത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ. അതെൻ്റെ മമ്മി എപ്പോഴും അങ്ങനെ ചെയ്യണം. ഇതിപ്പോൾ കുറച്ച് ഓവറായിട്ട് ശർക്കര സ്റ്റിക്കി ആയിട്ടുണ്ട്, ഇത്രയും ആവണ്ട കേട്ടോ. ബട്ട് തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് കുറവായിട്ട് നിൽക്കണം, നല്ലത്. ഒഴിക്കണം നിർബന്ധമില്ല, പക്ഷേ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇത് പപ്പടമാണ് ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പ്ലാൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ വാളംപുളി, ഇപ്പോൾ റീൽസിലൊക്കെ കാണുന്ന തോന്നുന്നു. വാളംപുളി, ശർക്കര, ബ്ലാക്ക് സോൾട്ട്, ചാട്ട് മസാല. പക്ഷേ എനിക്ക് ഒട്ടും പറ്റിയില്ല ടേസ്റ്റ്. ബട്ട് കുറേ പേര് സജസ്റ്റ് ചെയ്തായിരുന്നു എന്നോട്, ഞാൻ ചുമ്മാ ഐഡിയാസ് ചോദിച്ചപ്പോൾ. എന്തോ മിസ്സിംഗ് ഉണ്ട്. എനിക്കൊന്ന് സോൾട്ട് ഇതിൻ്റെ കൂടെ ബ്ലാക്ക് സോൾട്ട് ഇതിൻ്റെ കൂടെ പോണ പോലെ തോന്നില്ല. ചാട്ട് മസാല ഇഷ്ടമല്ല. അല്ലാതെ എനിക്കൊന്ന് ചിലപ്പോൾ ഇച്ചിരി കൂടി ലൈമിൻ്റെ ഫ്ലേവർ കൂടി വന്നാൽ ചിലപ്പോൾ നല്ലതായിരിക്കും തോന്നുന്നു. ബിരിയാണി ജിജോവും സ്ഥലം വിട്ടു, ബ്രെയിൻ കഴിച്ചിട്ട് പിള്ളേരും സ്ഥലം വിട്ടു. ഇനി അവർ കുറച്ച് നേരം കഴിഞ്ഞേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ പോവാം ഗില്ലി ബിരിയാണി. ഇതൊരു ചെന്നൈയിലെ ഏതോ ഒരു ഹോട്ടലിലെ ഫേമസ് ബിരിയാണിയാണ് ഈ ഗില്ലി ബിരിയാണി. ആൻഡ് രജനികാന്ത് ആണ് ഇത് ഫേമസ് ആക്കിയെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ബട്ട് ക്ലിയർ അല്ല, അത്രയും ക്ലിയർ അല്ല. പിന്നെ നമ്മുടെ കോമ്പിനേഷൻ ബ്രെയിൻ ആൻഡ് എഗ്. തൈര് ഇടാത്ത സാലഡാണ് എനിക്ക് ഈ ബിരിയാണിയുടെ കൂടെ ഇഷ്ടം.
ഓൾറെഡി ഇത്തിരി പുളിയുണ്ട്, അത് കാരണം തൈരിടാത്ത സാലഡ് ഇഷ്ടം. ആൻഡ് ഡേറ്റ് പിക്കിൾ എനിക്ക് അത്രയും ഇഷ്ടമല്ല ഇതിൻ്റെ കൂടെ. തൈരിട്ട സാലഡും ഉണ്ട്, ഇവിടെ കുറേ പേർക്ക് തൈരിട്ട സാലഡിൻ്റെ ഫാൻസാണ്. ആൻഡ് എനിക്കിപ്പോൾ എരിവുള്ള അച്ചാറാണ് ഇതിൻ്റെ കൂടെ ഇഷ്ടം. പിന്നത്തെ എൻ്റെ കോമ്പിനേഷൻ മട്ടൻ കറി പൊറോട്ട. പിന്നെ നമ്മുടെ പൊറോട്ട ആൻഡ് സ്പൈസി മട്ടൻ കറി. നമ്മുടെ ചാറിൽ പൊറോട്ട ഇങ്ങനെ മുങ്ങിയിരിക്കണം, അതാണ് എൻ്റെ രീതി. ഇന്നത്തെ ഫുൾ കോമ്പിനേഷൻ തമിഴ്നാട് സ്റ്റൈലിലോട്ട് പോയിട്ടോ. പൊറോട്ട ആൻഡ് സാലഡ്, ഈ കേർഡ് ഇട്ട സാലഡ് എൻ്റെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറിയൊന്നും ഇല്ലെങ്കിലും എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. ഞാൻ റെസിപ്പിയായിട്ട് വേറെ ദിവസം ഇടാം. തട്ടുകട സ്റ്റൈൽ മട്ടൻ കറി, അതാണ് പേര്. ആരും ഇഷ്ടമായില്ലെങ്കിലും ബിരിയാണിയുടെ കൂടെ എനിക്ക് ജ്യൂസ് വേണം. അപ്പോൾ നിങ്ങൾ പറ്റിയെന്നല്ല, എന്തായാലും ഈ കോമ്പിനേഷൻ തന്നെ ട്രൈ ചെയ്യാം കേട്ടോ. ബിക്കോസ് ഇതിനെ ഒന്നും എല്ലാം കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന പോലത്തെ കോമ്പിനേഷൻസ് ആണ്. അത് തന്നെ എനിക്കൊന്നും ട്രൈ ചെയ്യണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. ഇത് ഞാൻ റെസിപ്പി ആയിട്ട് ഇടാം അടുത്ത് തന്നെ. ഡിസേർട്ടും കൂടി ഉണ്ട്. ഈ എല്ലില്ലാത്ത പീസുകൾ ഈ ബിരിയാണിയിൽ ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. എന്നിട്ട് ഞാൻ അത് മാറ്റി വെച്ചു. ആഹാ, ഇത് ഇത്തിരി കൂടി വെന്തല്ല പഴുത്ത പഴമാണെങ്കിൽ ഇത്തിരി കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പഴമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. ടേസ്റ്റ് ചെയ്തോട്ടെ. ഇത് പായസം ഇഷ്ടമുള്ളവർക്ക് ശരിക്കും ഇഷ്ടമാവും കേട്ടോ. ഇപ്പോൾ ഞാൻ മൂടി വെച്ച് കുറേ നേരം വേവിച്ച കാരണം പഴുക്കാത്ത പഴത്തിൻ്റെ കുഴപ്പമൊന്നുമില്ല. ഒന്നിത്തിങ് ഇത്തിരി മധുരം കൂടുതലാണ്, എനിക്ക് ഇത്തിരി കുറച്ചിട്ടാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതെല്ലാം പറ്റിയ ഈ ഒരു കോമ്പിനേഷൻ്റെ കൂടെ തന്നെ ട്രൈ ചെയ്യാം. ഈ പായസവും ഇത് തന്നെ ട്രൈ ചെയ്താൽ മതി. ബൈ.